ആഗമ മീഡിയയുടെ ചരിത്രം സംസാരിക്കുന്നു എന്ന എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. യേശുക്രിസ്തുവിന്റെ ചരിത്രാസ്തിത്വത്തെ പൂർണ്ണമായോ ഭാഗികമായോ നിഷേധിക്കുന്നവരുണ്ട്. യുക്തിവാദത്തിന്റെ മേൽവിലാസത്തിലാണ് പലരും ഇങ്ങനെ ചെയ്യുന്നത്. എന്നാൽ അവരുടെയൊക്കെ ആക്ഷേപങ്ങൾക്കും വാദഗതികൾക്കും നിഷ്പക്ഷമായൊരു വിലയിരുത്തൽ നടത്തിയാൽ അവയൊക്കെ യുക്തിഭംഗമോ സത്യവിരുദ്ധമോ ആണെന്ന് കാണാൻ പ്രയാസമില്ല. എങ്കിലും ഋജുവായ യാഥാർത്ഥ്യത്തെ വളച്ചൊടിച്ചും സ്പഷ്ടമായ വസ്തുതകൾ അവ്യക്തമാക്കിയും സാധാരണക്കാരുടെ വിശ്വാസ ജീവിതത്തിൽ സംശയം ജനിപ്പിക്കുവാൻ ഉള്ള അവരുടെ വൈദഗ്ധ്യം അപാരമാണ്. അതുകൊണ്ട് അവരുടെ ചോദ്യങ്ങൾക്ക് യുക്തിസഹമായ മറുപടി പറയുവാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ഈ എപ്പിസോഡിലൂടെ ഉദ്ദേശിക്കുന്നത് അതാണ്. ജോസ് കണ്ടത്തിൽ എന്നൊരു വയോധികനായ വിദ്വാൻ ഏതോ അപാര പണ്ഡിതനാണെന്ന ഭാവത്തിൽ വെടലച്ചിരിയോടെ വങ്കത്വം പറയുന്നത് സാധാരണക്കാര് ഒരുപക്ഷെ കേട്ട് കാണും എന്ന് കരുതുകയാണ്. അദ്ദേഹത്തിന്റെ വാദഗതി ക്രിസ്തു ചരിത്രപുരുഷനല്ലെന്നും ദൈവം അല്ലെന്നും ബൈബിൾ എഴുതിയത് ജെറോം ആണെന്നുമാണ്. MC ജോസഫും AT കോവൂറും ജോസഫ് ഇടമറുകും യുക്തിവാദപരമായ ആശയങ്ങൾ ഒരു കൊടുങ്കാറ്റ് പോലെ കേരളത്തിലേക്ക് ആഞ്ഞടിക്കുകയുണ്ടായി. എന്നാൽ അജരേണ അവരുടെ വാദഗതികൾ വന്ന സ്ഥിതിയിൽ തന്നെ മടങ്ങിപ്പോയി. പിന്നെ പ്രശാന്തമായ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായി. ഇപ്പോൾ ഇതാ അവരുടെ ചുവട് പിടിച്ച് ഒരു മനുഷ്യൻ രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ക്രിസ്തു ചരിത്രപുരുഷൻ അല്ലെന്നാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ പ്രായം നോക്കുകയാണെങ്കിൽ അദ്ദേഹം ജനിച്ചത് ഒരുപക്ഷെ 1944 45 ആയിരിക്കാനിടയുണ്ട്. അപ്പോൾ 1900 എന്ന് പറയുമ്പോൾ AD എന്നർത്ഥം. ഈ AD എന്ന അദ്ദേഹത്തിന്റെ ജനനത്തീയതി അദ്ദേഹം എഴുതുമ്പോൾ അദ്ദേഹം ഒരു യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുകയാണ്. അതെന്താണ്? ഡയോനീഷ്യസ് എന്നൊരു ചരിത്ര പണ്ഡിതൻ 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നതായിട്ട് നമുക്കേവർക്കും ഒരുപക്ഷെ അറിവുണ്ടായിരിക്കുമല്ലോ. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ റോമൻ കാലഗണന അനുസരിച്ചാണ് സമയം കാലഘട്ടം നിശ്ചയിച്ചിരുന്നത്. അതിനനുസൃതമായിട്ട് റോമൻ ഭാഷയിൽ ലാറ്റിൻ ഭാഷയിൽ അബൂസെർബ് കോണ്ടിറ്റ എന്ന പദമാണ് ചരിത്ര നിഗമനത്തിന് അല്ലെങ്കിൽ കാലഗണനയ്ക്ക് ഉപയോഗിച്ചിരുന്നത്. ഇദ്ദേഹം ആ കാലഗണന കണക്കാക്കിയപ്പോൾ ഏകദേശം 754-ാം ആണ്ടിലാണ് ക്രിസ്തു ജനിച്ചതെന്ന് കണ്ടെത്തി. ആ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ BC 754-ാം ആണ്ട് രണ്ടായി വിഭജിച്ച് അല്ലെങ്കിൽ ആ കാലഘട്ടത്തെ ക്രിസ്തുവിന്റെ ജനനത്തിന് ശേഷമുള്ളതെന്നും അതിന് മുമ്പുള്ളതെന്നും BC എന്നും AD എന്നും. AD എന്നുള്ള അന്നോ ഡൊമിനി എന്നാണല്ലോ അർത്ഥം, കർത്താവിന്റെ ദിവസമെന്ന്. BC എന്നത് ബിഫോർ ക്രൈസ്റ്റ്, ക്രിസ്തുവിന് മുമ്പുള്ളതെന്നും രണ്ടായി വിഭജിക്കുകയുണ്ടായി. ആ കാലഘട്ട വിഭജനം ഇന്നും തുടരുകയാണ്. എല്ലാ ചരിത്രകാരന്മാരും അത് അംഗീകരിച്ചിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഇദ്ദേഹം ശ്രീ ജോസ് കണ്ടത്തിൽ അദ്ദേഹത്തിന്റെ ജന്മദിനം രേഖപ്പെടുത്തുമ്പോൾ അദ്ദേഹം ചെയ്യേണ്ടത് AD എന്ന് പറയാതെ 754-ന്റെ കാലഗണന അനുസരിച്ച് രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പൊ ഈ ഒരു വർഷം അദ്ദേഹം രേഖപ്പെടുത്തുമ്പോൾ അതിന്റെ അർത്ഥം ക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണെന്നും അതിനനുസൃതമായിട്ടാണ് കാലഗണനയെന്നും തെളിയിക്കുകയാണ്. എന്തുകൊണ്ട് അദ്ദേഹം ഈ AD
1944-45 എന്ന വർഷം മാറ്റി റോമൻ കാലഗണന സ്വീകരിക്കാത്തത്? അതിന്റെ കാരണം വ്യക്തമാണ്. ക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണെന്ന് അദ്ദേഹത്തിന്റെ ഡേറ്റ് ഓഫ് ബർത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അദ്ദേഹം അംഗീകരിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു ചരിത്ര പുരുഷൻ എന്ന് സ്ഥാപിക്കുവാൻ വേണ്ടുവോളം തെളിവുകൾ ഉണ്ട്. ഒരുപക്ഷെ കണ്ടത്തിലോ അദ്ദേഹത്തിന് സമാന ചിന്താഗതിക്കാരായിട്ടുള്ള പലരും ബൈബിളിലെ രേഖകൾ അംഗീകരിക്കുന്നില്ലായിരിക്കാം. 4 സുവിശേഷങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ചരിത്രം സംബന്ധിച്ച രേഖകളാണ്. അതിൽ വിശേഷവിധിയായി 3-ാമത്തെ സുവിശേഷകൻ ലൂക്കോസ് എന്ന പേരോടുകൂടിയ ഒരു വ്യക്തിയാണല്ലോ. അദ്ദേഹം ഒരു ഗ്രീക്ക് ഡോക്ടറായിരുന്നു. ജോസ് കണ്ടത്തിൽ പറഞ്ഞിരുന്നത് പോലെ അക്കാലത്ത് അലക്സാന്ദ്രിയ ഒരു വിദ്യാസമ്പന്നമായ പ്രദേശമായിരുന്നു. ആ പ്രദേശത്ത് തന്നെയാണ് ലൂക്കോസ് പഠിച്ചതും അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു ഡോക്ടറായി അഭ്യസനം കിട്ടിയതും. അദ്ദേഹത്തിന്റെ സുവിശേഷം ഒരുപക്ഷെ മറ്റ് 3 സുവിശേഷങ്ങളെക്കാൾ വ്യത്യസ്തമായി ചരിത്രപരമായ കാര്യങ്ങൾ സവിസ്തരം അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന കാര്യം ഏതൊരു ചരിത്രകാരനെയും അമ്പരപ്പിക്കുവാൻ പര്യാപ്തമാണ്. അതിങ്ങനെ വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ ഉള്ള വാക്യങ്ങൾ. സക്കറിയായുടെ പുത്രനായ യോഹന്നാന് വിജനസ്ഥലത്ത് വെച്ച് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. അത് തിബരിയോസ് കൈസരുടെ ഭരണത്തിന്റെ 15-ാം വർഷമായിരുന്നു. പൊന്തിയോസ് പീലാത്തോസ് ആയിരുന്നു യഹൂദിയിലെ ഗവർണർ. ഹെരോദാവ് അന്തിപ്പാസ് ഗലീലയിലും അദ്ദേഹത്തിന്റെ സഹോദരൻ ഫിലിപ്പോസ് ഇദൂര്യ ത്രാഖോനീത്തിയിലെയും ലുഖ്യാനോസ് അബിലേനയിലെയും സാമന്ത രാജാക്കന്മാരും ആയിരുന്നു. അന്നത്തെ മഹാപുരോഹിതന്മാർ ഹന്നാസും കയ്യാഫാവുമായിരുന്നു. അപ്പോൾ യേശു കർത്താവ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ ചക്രവർത്തിയാരെ, രാജാക്കന്മാരാരെ, സാമ്പന്നന്മാരാരെ, അക്കാലത്തെ മഹാപുരോഹിതന്മാരാരെ എന്നൊക്കെ ചരിത്രകാരനായ ലൂക്കോസ് വസ്തുനിഷ്ഠമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് അന്വേഷകനായിരിക്കുന്ന ഒരുവന് ഒരിക്കലും നിഷേധിക്കാനാവില്ല. അത്രമാത്രം വളരെ വ്യക്തമായിട്ടാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത്. പോരാ, അദ്ദേഹത്തിന് ശേഷം അല്ലെങ്കിൽ ആ കാലഘട്ടത്തോട് ബന്ധപ്പെട്ട് തന്നെ ഉണ്ടായിരുന്ന യഹൂദ ചരിത്രകാരനായിരുന്ന യോസീഫസും യേശു കർത്താവിന്റെ ജനനത്തെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞാൻ ഇവിടെ വായിക്കുകയാണ്. ക്രിസ്തു എന്ന പേരോടുകൂടിയ ഒരു മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടു. അനേകം അത്ഭുത സിദ്ധികളുള്ളവനായിരുന്നു അവൻ. സസന്തോഷം സത്യം സ്വീകരിക്കുവാൻ സന്നദ്ധരായവരെ അവൻ ഉപദേശിച്ചു. യഹൂദന്മാരും വിജാതീയരുമായ അനേകർ അവന്റെ അനുയായികളായി. നമ്മുടെ രാഷ്ട്രത്തിലെ പ്രമുഖ വ്യക്തികൾ അവനെതിരെ കുറ്റാരോപണം നടത്തിയതിനാൽ പീലാത്തോസ് അവനെ വധിച്ചു. ഇതൊരു ക്രിസ്ത്യാനി എഴുതിയതല്ല, ഒരു യഹൂദ ചരിത്രകാരൻ. അതുകൊണ്ട് തന്നെ നമുക്കത് അംഗീകരിക്കേണ്ടി വരും. ആ കാലഘട്ടത്തിൽ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ചരിത്രകാരനായിരുന്നു. അതോട് ബന്ധപ്പെട്ട് AD 4-ഉം 6-ഉം നൂറ്റാണ്ടിനിടയിൽ എഴുതപ്പെട്ട താൽമൂദ് എന്ന ഗ്രന്ഥവും ക്രിസ്തുവിനെതിരെ ദൂഷണം പറയുന്നുണ്ട്. ഇസ്രയേലിലെ ന്യായപ്രമാണത്തിൽ നിന്ന് വ്യതിയേൽപ്പിക്കുവാൻ ക്രിസ്തു ശ്രമിച്ചു എന്നാണ് അതിലെ ആരോപണം. കൂടാതെ ടാസിറ്റസ്, പ്ലിനി രണ്ടാമൻ എന്നിവരും ക്രിസ്തുവിന്റെ അസ്തിത്വം അംഗീകരിക്കുന്നുണ്ട്. ഇവരെ കൂടാതെ തന്നെ എത്രയെത്ര സാക്ഷ്യങ്ങൾ ക്രിസ്തുവിന്റെ ചരിത്ര അസ്തിത്വത്തെ അംഗീകരിക്കുന്നുണ്ട്. അപ്പോസ്തലന്മാർ, ആദിമ സഭാപിതാക്കന്മാർ, അവരോട് ബന്ധപ്പെട്ട വിശ്വാസവീരന്മാർ, മാത്രമല്ല ക്രൈസ്തവ സഭ തന്നെ ക്രിസ്തുവിന്റെ അസ്തിത്വത്തിന് നിദാനമായ ഒരു തെളിവായി നാം കണക്കാക്കേണ്ടിയിരിക്കുന്നു.
ഇനി അദ്ദേഹത്തിന്റെ മറ്റൊരു ആക്ഷേപം ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുന്നത് ബൈബിൾ എഴുതിയത് 4-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ ജീവിച്ചിരുന്ന ജെറോം എന്നൊരു വ്യക്തിയാണത്രേ. നമുക്ക് ഏവർക്കും ചരിത്രം നോക്കിയാൽ അറിയാം, AD 95-നും 100-നും ഇടയിൽ യോഹന്നാൻ തന്റെ വെളിപ്പാട് രചിക്കുകയുണ്ടായി. അതോടുകൂടെ അവസാന പുസ്തകവും രചിക്കപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ അദ്ദേഹം പറയുന്നത് ജെറോമാണ് ബൈബിൾ എഴുതിയതെന്നാണ്. അതെങ്ങനെ തെളിയിക്കാൻ പറ്റും? ബൈബിളിലെ പുതിയ നിയമത്തിലെ വിശേഷവിധിയായി ഏറ്റവും വലിയ എഴുത്തുകാരൻ പൗലോസാണ്. മറ്റെല്ലാ അപ്പോസ്തലന്മാരും സുവിശേഷകന്മാരും ഒക്കെ അക്കാലത്ത് ജീവിച്ചിരുന്നവരാണ്. ക്രിസ്തുവിന് പരോക്ഷമായോ പ്രത്യക്ഷമായോ സാക്ഷ്യം വഹിച്ചവരാണ്. അങ്ങനെയിരിക്കെ ജോസ് എന്ന മനുഷ്യൻ പറയുകയാണ് ജെറോമാണ് ബൈബിൾ എഴുതിയെന്ന്. ചരിത്രവുമായി ഒരു പുലബന്ധമില്ലാത്ത പരസ്പര വിരുദ്ധമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ഈ ജോസ് കണ്ടത്തിലിനെ പോലെയുള്ള ആളുകളെ ഒരുപക്ഷെ തെക്ക് തിരുവിതാംകൂറിന്റെ തെക്കറ്റത്തുള്ള ഊളംപാറയിലോ അല്ലെങ്കിൽ മലബാറിൽ കോഴിക്കോടുള്ള മറ്റൊരു കേന്ദ്രമുണ്ട്, അവിടെയോ കൊണ്ടയാക്കുകയാണ് ഏറ്റവും ഭേദം എന്ന് തോന്നുന്നു. വയസ്സാകുമ്പോൾ സമനില തെറ്റാൻ സാധ്യതയുണ്ട്. അദ്ദേഹം ഒരു ഓഡിയോയിൽ പറയുന്നത് 80 വയസ്സ് കഴിഞ്ഞപ്പോൾ ബുദ്ധി കൂടിയെന്ന സയൻസിന് വിരുദ്ധമായ ആശയങ്ങൾ അദ്ദേഹം പ്രചരിപ്പിക്കുക. എന്നിട്ട് വലിയ മഹാപണ്ഡിതനാണ് ചമയുകയാണ്. ക്രിസ്തുവിനെ ആക്ഷേപിച്ചിട്ടുള്ള അനേകരുടെ അനുഭവം ഞാനിവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എത്രയെത്ര ആളുകൾ ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ് ആക്ഷേപിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ അന്ത്യം ഭയാനകമായിരുന്നു. ജർമ്മനിയിൽ ജീവിച്ചിരുന്ന ഒരു ചിന്തകനുണ്ട്. അദ്ദേഹം ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞു. അദ്ദേഹം പേര് നീഷെ എന്നാണ്. 11 നീണ്ട വർഷം മാനസിക രോഗ ആശുപത്രിയിൽ കഴിഞ്ഞ ശേഷമാണ് വളരെ ദുരിതപൂർണമായ ജീവിതത്തോടുകൂടെ അദ്ദേഹം ലോകത്തിൽ നിന്ന് വിടവാങ്ങിയത്. വോൾട്ടയറിനെ കുറിച്ചറിയാം. അദ്ദേഹം പറഞ്ഞു, ഒരു 100-150 വർഷത്തിനു ശേഷം ബൈബിൾ എന്നൊരു ഗ്രന്ഥം ഭൂലോകത്തിൽ ഉണ്ടാകുകയില്ല. പക്ഷെ എന്താണ് സംഭവിച്ചത്? അദ്ദേഹത്തിന്റെ ഗ്രന്ഥശാല ബൈബിൾ സൊസൈറ്റി വിലയ്ക്ക് വാങ്ങി അവിടെ ഇപ്പോഴും ബൈബിൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒട്ടേറെ ആളുകളുടെ ചരിത്രം നോക്കിയാൽ അവരുടെ അന്ത്യം ഭയാനകമായിരുന്നു. ഏറ്റവും അധികം അല്ലെങ്കിൽ കേരളത്തിൽ ആദ്യമായിട്ട് ഈ യുക്തിവാദത്തിന് വേരോട്ടം ഉണ്ടാക്കിയത് MC ജോസഫാണ്. അദ്ദേഹം കത്തോലിക്ക സഭയിൽ പോയി കുമ്പസാരം ചെയ്താണ് മരിച്ചത്. അങ്ങനെ ഇത്തരക്കാരുടെ അന്ത്യമൊക്കെ പറഞ്ഞ സമയം വിലക്കെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതുപോലെയുള്ള കുൽസിതമായ പരിശ്രമങ്ങൾ, ബൈബിളിനെതിരെയുള്ള ആക്ഷേപങ്ങൾ, ക്രിസ്തുവിനെതിരെയുള്ള ആക്ഷേപങ്ങൾ ഒരു കാലത്തും വിശ്വാസികൾ അംഗീകരിക്കയില്ല. അതിനെതിരെ പ്രതിഷേധിക്കും. അതിന്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ വീണ്ടും ഞങ്ങൾ ഇത്തരം വീഡിയോ ചെയ്യുന്നതാണ്. ഞങ്ങളുടെ ഉദ്യമത്തിന് മാന്യ ശ്രോതാക്കളുടെ സഹായ സഹകരണങ്ങളോടൊപ്പം ഇതിന് ലൈക്ക് ചെയ്തും ഇതിന് സബ്സ്ക്രൈബ് ചെയ്തും ഇതിനെ പരിപോഷിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ഇപ്പോൾ അവസാനിപ്പിക്കുന്നു.